ഹായ് ഫ്രണ്ട്സ്, ഹെയർ ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു തുടർ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഇന്നേക്ക് 4 മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ 4 മാസത്തിനുള്ളിൽ എൻ്റെ തലയിലുണ്ടായിട്ടുള്ള മാറ്റം, അതായത് കഷണ്ടിയായിരുന്ന തലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഈ 4 മാസത്തിനോടകം തന്നെ 5 PRP സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ PRP സെക്ഷനെ പറ്റി പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി കമൻസിൽ വന്ന ഒരു കമൻറ്റ്, PRP സെക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയറിൽ PRP സെക്ഷൻ്റെ ആവശ്യമില്ല എന്നെ സംബന്ധിച്ച ഒരു കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ അതിന് ഒരു മറുപടി കൂടി പറയേണ്ടതുണ്ടല്ലോ, അതുകൊണ്ട് അതിനും കൂടി ഒരു മറുപടി പറയുകയാണ്. നമ്മൾ ഈ PRP സെക്ഷൻ ചെയ്യുന്നത് ഒരു കാരണവശാലും നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ വളരുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല. എന്നാൽ നമ്മുടെ തലയിൽ ഈ കുറച്ച് തിന്നായിട്ടുള്ള മുടി ഉണ്ടാവും, അതായത് ശക്തി കുറഞ്ഞ മുടികൾ നമ്മുടെ തലയിൽ ഉണ്ട്, കുറച്ചുണ്ട്. ആ ഭാഗത്തൊന്നും നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടില്ല. ഈ തിന്നായിട്ടുള്ള മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് PRP സെക്ഷൻ ചെയ്യുന്നത്. PRP സെക്ഷനും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹെയറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ലേസർ ട്രീറ്റ്മെൻറ്റും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എൻ്റെ പാക്കേജിൽ എനിക്ക് ലഭിച്ചിട്ടുള്ളത് 8 PRP സെക്ഷനും അതിനോടൊപ്പം തന്നെ 8 ലേസർ ട്രീറ്റ്മെൻറ്റും ആണ് ഇതിനോടൊപ്പം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒപ്പം ഹെയർ വാഷ് ഇതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 4 മാസത്തേക്ക് ആവശ്യമായിട്ടുള്ള ബയോട്ടിൻ ടാബ്ലറ്റ്സും ഇതിനോടൊപ്പം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നാട്ടിൽ നിന്നുമാണ്, അതുകൊണ്ട് പക്ഷികളുടെ ശബ്ദവും ഒക്കെ ഇതോടൊപ്പം നമുക്ക് കേൾക്കാൻ സാധിക്കും. ഈ വീഡിയോസ് കാണുന്ന ആളുകൾ അത് ക്ഷമിക്കുക. പരിമിതികൾക്കുള്ളിൽ നിന്നുമാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. ദുബൈയിലായിരുന്നാലും നാട്ടിലായിരുന്നാലും എവിടെയായാലും നമുക്ക് ഇത്തരത്തിലുള്ള പരിമിതികൾ ഒക്കെ ഉണ്ട്. ആ പരിമിതികളിൽ നിന്നുമാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. എല്ലാവരും സഹകരിക്കുക. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പലരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലും വിമർശിക്കുന്ന രീതിയിലും ഒക്കെ ധാരാളം കമൻസുകൾ വന്നിട്ടുണ്ട്. അതിനൊക്കെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു മറുപടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചിലർ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. സംശയങ്ങൾക്ക് എന്നാലാവുന്ന രീതിയിലുള്ള ഒരു മറുപടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. തുടർന്നും നിങ്ങളുടെ കമൻസ് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത അന്ന് മുതലുള്ള ഈ കഴിഞ്ഞ 4 മാസമായിട്ട് തലയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് ധാരാളം വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ അതുകൂടി കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതായത് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമാണ് ഉള്ളത്. ഞാൻ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഈ ക്ലിനിക്കിനെ ഏതെങ്കിലും തരത്തിൽ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഉദ്യമവും എൻ്റെ ഭാഗത്തു നിന്നില്ല. ആരെങ്കിലും ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ക്ലിനിക്കിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് വിവരങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ആ നിലയ്ക്ക് മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ ആ ക്ലിനിക്കിൽ പോയി ചെയ്യേണ്ടതുള്ളൂ. അല്ലെന്നൊരിൽ തന്നെ ഞാൻ ചെയ്ത ക്ലിനിക്കോ അല്ലെന്നൊരിൽ വേറെ ഏതെങ്കിലും ക്ലിനിക്ക് ആയിരുന്നാലും നിങ്ങൾ കൃത്യമായിട്ട് വിവരങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യം വീണ്ടും എടുത്തു പറയുകയാണ്. നമ്മൾ ഏത് സ്ഥലത്താണോ ഇപ്പോൾ ഉള്ളത്, നാട്ടിലുള്ള ആളുകളാണെന്നതിൽ നാട്ടിൽ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുക. ഇതിനെ തുടർന്ന് ഒരു ഫോളോ അപ്പ് കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. നമ്മൾ ദുബായിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലോ ഒക്കെ ആണെങ്കിൽ ആ സ്ഥലത്ത് തന്നെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനങ്ങോട്ട് ശ്രമിക്കുക. അത് അങ്ങനെ പറയുന്നതിന് കാരണം ഈ തുടർന്നുള്ള ഈ പ്രോസസ്സ്, ഈ ഫോളോ അപ്പ് 1 ഇയർ ഫോളോ അപ്പ് ഇതിനോടൊപ്പം ഉണ്ട്. ഈ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലഭ്യമായെങ്കിൽ മാത്രമേ അതിനൊരു കൃത്യമായ റിസൾട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ ദുബായിലുള്ള ഒരാൾ അല്ലെങ്കിൽ ദുബായിലോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടിൽ വന്ന് ചെയ്താലെ കൊണ്ട് ഫോളോ അപ്പ് കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകാതെ പോകും. അല്ലെങ്കിൽ നാട്ടിൽ ഉള്ള ഒരാൾ ദുബൈയിലേക്കോ വല്ലതും വരുമ്പോൾ അവിടെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാതെ ഇരിക്കുക. നാട്ടിലൊക്കെയുള്ള ആളുകളാണെങ്കിലും ഇപ്പം ദുബായിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ പോയി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താലും ഇത്തരത്തിൽ നമുക്ക് തുടർ ട്രീറ്റ്മെൻറ്റുകൾ, അതായത് ഇതിൻ്റെ ഒപ്പമുള്ള ഫോളോ അപ്പ്, ഈ ഞാൻ പറഞ്ഞതുപോലെയുള്ള PRP, ലേസർ ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഹെയർ വാഷ്, പിന്നെ നമുക്ക് മുടി വളരുന്നതിന് ആവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ്,
ഇതൊക്കെ നമുക്ക് ലഭ്യമാകാതെ പോകും. അത് നമ്മൾ ഏത് സ്ഥലത്താണോ ഉള്ളത്, അത് കേരളത്തിലുള്ള ആളുകൾ കേരളത്തിൽ തന്നെ ചെയ്യുക, അല്ല ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവിടെ ചെയ്യുക, അല്ല ഇന്ത്യക്ക് പുറത്താണോ ഉള്ളതെങ്കിൽ അവിടെ നമ്മൾ ഈ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തുടർ ചികിത്സയല്ല, ഇതൊരു പ്രൊസീജിയറാണ്. ഈ പ്രൊസീജിയർ പൂർണ്ണമായിട്ട് നമുക്ക് ലഭ്യമാകും. ഈ വീഡിയോസ് കാണുന്ന ആളുകൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.